മണ്ഡലകാലായാലും അമ്പലങ്ങളിൽ പോകും, നാമം ചൊല്ലും. പക്ഷേ ഇങ്ങനത്തെ ഒരു ലോട്ടറി ഇറക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഞങ്ങൾ കുറച്ച് ലേഡീസ് അല്ലാതെ വേറെ ആരുമില്ല. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഒരു പുരുഷനുണ്ടെങ്കിൽ അവിടെ ഒരു സ്ത്രീയുമുണ്ട്. എല്ലാവരിലും ഉള്ളതാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസസ്. ഈ മെൻസ്ട്രൽ ബ്ലഡ് ശിവലിംഗത്തിലേക്ക് പ്രവഹിക്കുന്ന ഈ ചിത്രം പുറത്തിറക്കിയതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ധനമന്ത്രിയായ ബാലഗോപാലിനുമുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തരം കൈയാളുന്ന പരനാറി ചെറ്റയായ പിണറായി. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം മാർക്സിസം വിളമ്പുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചിത്രത്തിനെതിരെ പ്രതികരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ ചിത്രമൊന്നും ആർക്കും നോക്കാൻ പറ്റില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മളെപ്പോഴും ലോട്ടറി വിൽക്കുന്നവര് പറയുന്ന ഒരു വാചകമുണ്ട്, നാളെ നാളെ നാളെ. നമ്മുടെ നാളെ എന്നാ വരിക? അതായത് പരമശിവന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു തൃക്കണ്ണുണ്ട് പരമശിവന്. ആ തൃക്കണ്ണ് ഈ പരനാറി വിജയന് നേരെ തുറന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നാം ഹിന്ദുക്കൾ ഒന്നിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പറയും മഹാരാഷ്ട്രയിലല്ലേ, യു പിയിലല്ലേ, ബംഗ്ലാദേശിലല്ലേ എന്ന് എല്ലാവരും പറയും. പക്ഷെ അതേസമയം ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇന്നലെ ഞാൻ കുന്നമംഗലം പോയപ്പോ അവിടുത്തെ ഒരു ലോട്ടറിക്കാരനോട് ചോദിച്ചു ഈ ടിക്കറ്റ് ഉണ്ടോന്ന്. അപ്പൊ അയാൾ പറഞ്ഞു വന്നിട്ടില്ല എന്ന്. എന്നിട്ട് ഞാനിതാ കണ്ടവർക്ക് കാണാം, ഞാൻ ആദ്യമായിട്ട് ഞാനിതാ 50 രൂപ കൊടുത്തൊരു ലോട്ടറി വാങ്ങി. ആർക്ക് വേണ്ടി കാണിച്ചു തരാം, അത് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഞങ്ങളുടെ ദേവനായ പരമശിവനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു ചിത്രം ലോട്ടറി ടിക്കറ്റിലൂടെ വിറ്റഴിക്കാൻ തുനിഞ്ഞ പിണറായി വിജയനെ പരസ്യമായി ഞങ്ങൾ ഇവിടെ കൂറിയിരിക്കുന്ന 10-ൽ താഴെയുള്ള സ്ത്രീകൾ, 15ഓളം വരുന്ന സ്ത്രീകൾ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടോ ഞങ്ങളോട് വന്ന് ഒരു സംവാദം നടത്തുവാൻ? ധൈര്യമുണ്ടോ പിണറായി വിജയന്? പിണറായി വിജയൻ ആണല്ല. കാരണം ആണാണെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കില്ല. നമുക്കറിയാം, ഭാര്യനെയും മകളെയും കൂട്ടി ലോകം മുഴുവൻ കണ്ടു. ഇപ്പൊ നമ്മൾ കേറുന്ന മാനാഞ്ചിറയിൽ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരുടെയും കൂട്ടത്തില് അമ്മായിയപ്പന്റെയും മരുമോന്റെയും ഫോട്ടോ ഉണ്ട്. അത് എന്തിനാണ്? ഞാൻ ഭരണത്തിലേക്ക് പോവല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനുവരി 2 ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം ജനുവരി 2-നുണ്ട്. കാരണം 2019 ജനുവരി 2-നാണ് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും അങ്ങോട്ട് എഴുന്നള്ളിച്ച് എങ്ങട് അയ്യപ്പ ഭഗവാന്റെ അടുത്തേക്ക്. ഇനിയിപ്പോ പോറ്റിപ്പാട്ടിന് കേസെടുത്തിട്ട് കാര്യമില്ല. പിണറായി വിജയൻ ഇന്ന് ഉളുപ്പില്ലാത്ത മുഖ്യമന്ത്രി, പരനാറി മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് രാജിവെച്ച് പോവാണ് വേണ്ടത്. അല്ലെങ്കിൽ അവനെ ചവിട്ടി പുറത്താക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്രാവശ്യം നമുക്കറിയാൻ പറ്റും, വലിയ അയ്യപ്പ സംഗമം നടത്തി. എന്താ സംഭവിച്ചേ? അതേപോലെ തന്നെ 2-ാം തീയതി 2019 ജനുവരി 2-നാണ് കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും എങ്ങോട്ട് കയറ്റിയത്? ശബരിമല കയറ്റിയത്. അതിന്റെ 7-ാം വർഷം ആഘോഷിക്കാൻ നമുക്കറിയാം. 7 നമ്മൾ പറയുന്ന സപ്തസ്വരങ്ങൾ എന്നാണ് നമ്മൾ പറയാ. അതുപോലെ തന്നെ 7 നിറങ്ങൾ, എല്ലാവിടെയും 7 പ്രാധാന്യമുണ്ട്. പക്ഷെ അതേസമയം ഈ പിണറായി വിജയനും ബാലഗോപാലും പിന്നെ ഈ ചിത്രം വരച്ച ജോസഫ് എന്നുള്ള ചെറ്റയും കേൾക്കാൻ വേണ്ടി ഇവിടെ കൂടിയ സ്ത്രീ ജനങ്ങളായ അമ്മമാർ, ഹൈന്ദവർ വെല്ലുവിളിക്കുകയാണ്. ഉളുപ്പുണ്ടെങ്കിൽ ഈ പറയുന്ന 7 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തോളൂ. ഞങ്ങൾ ഏത് സംവാദത്തിനും വരാൻ തയ്യാറാണ്. ഞങ്ങളോട് വന്ന് ഈ ഒരു ചിത്രം ലോട്ടറി ടിക്കറ്റിൽ പ്രദർശിപ്പിച്ചതിന് ഞങ്ങളോട് മാപ്പ് പറയാൻ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന പിണറായി വിജയന് ധൈര്യമുണ്ടോ? അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങിയാല് ഞങ്ങൾ പെണ്ണുങ്ങൾ കത്തിയെടുത്ത് അവനെ കുത്തിക്കൊല്ലാൻ മടിക്കില്ല. അതന്നെ പറയണ്ട. കാരണം ഇവിടെ എവിടെയാണോ പുരുഷൻ ഉറങ്ങുന്നത് അവിടെയാണ് ദുർഗ അല്ലെങ്കിൽ സ്ത്രീ ഉണരുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയന് പണ്ണിന്റെ കയ്യാണ്ട് അടി കിട്ടാനാ യോഗ്യം. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് പോലീസിന്റെ കൂടെ അല്ലാതെ മൂപ്പരെ കാണില്ല. മൂപ്പര് വേണ്ടത് മുന്നിലും പോലീസ്, പിന്നിലും